ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഗം ഗണപതേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പീതാംബരം കരവിരാജിതശങ്കചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഹരേ ഗുരുവായൂരപ്പ ശരണം. ഹരേ ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഭൂതൈർമഹദ്ഭിയ്യൈമാ പുരോ വിഭു നിർമായ ശേദേദമൂഷു പുരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വജാംസി മേ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. ശ്രീമന്നാരായണീയാഖ്യ പ്രത്യക്ഷോ മാരുതേശ്വര സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ദുഃഖസാഗരേ. ഭട്ടപാദമുനിശ്രേഷ്ഠ സ്തോത്രശാസ്ത്രവിശാരദ ഏതൽ സ്തോത്രപ്രകാശേന മമ ദുഃഖം വിനാശയ. മോക്ഷാബ്ദിസാരമയ ഭാഗവതാഖ്യദത്ന നാരായണീയ നവനീതമിദം ഗൃഹീത്വാ മായാമയൗഖപരിതപ്തജനായ യോധ നാരായണ അവനിസുരായ നമോസ്തു തസ്മൈ. നാരായണീയമിതു ഭാഗവതാമൃതബ്ധി സാരം തെളിഞ്ഞൊരു നവീന പുരാണരത്നം ചേരാം ധരിക്കിലിതു കൗസ്തുഭഭൂഷണനും ചേരും പദത്തിലിതിനപ്പുറമെന്തു ഭാഗ്യം. സന്താപത്തിനരുളിയരുളം മാരുദേശന്റെ തൃക്കാൽ ചെന്താരോർത്തി
സുമധുരതരം ചാരുനാരായണീയം ചിന്തും ഭക്ത്യാധരപിതരാ. 7 നാൾ കേട്ടിടുന്നോർക്ക് എന്താനന്ദം ശിവ ശിവ ഹരേ അന്തഭാഗ്യം ജനാനാം. ഓം പരബ്രഹ്മണേ വിദ്മഹേ ശിവതത്വായ ധീമഹി തന്നോ മോഹന പ്രചോദയാത്. ഓം പരബ്രഹ്മണേ വിദ്മഹേ ശിവതത്വായ ധീമഹി തന്നോ മോഹന പ്രചോദയാത്. ഓം പരബ്രഹ്മണേ വിദ്മഹേ ശിവതത്വായ ധീമഹി തന്നോ മോഹന പ്രചോദയാത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. പ്രണാമം മോഹൻജി. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. എത്രയോ ദുർലഭമായിട്ട് കിട്ടുന്നതാണ് മനുഷ്യജന്മം അല്ലേ? ആ മനുഷ്യജന്മം കിട്ടിയിട്ട് അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ സാധിക്കുന്നതാണ് മനുഷ്യജന്മം കൊണ്ടുള്ള പ്രയോജനം. അപ്പം 2 മാർഗങ്ങളെ പ്രധാനമായിട്ട് പറയും. ജ്ഞാനമാർഗവും ഭക്തി മാർഗവും. കർമ്മമാർഗവും ഉണ്ട്. പക്ഷേ ജ്ഞാനമാർഗത്തിലൂടെ എത്തിച്ചേരാൻ കേട്ടതിനെ അഭ്യാസം ചെയ്ത് മനനം ചെയ്ത് സ്വാംശീകരിച്ച് അതിനെ ഉൾക്കൊണ്ട് എത്തിച്ചേരണമെങ്കിൽ അത് എളുപ്പമല്ല എന്ന് കണ്ടിട്ടായിരിക്കും ഇവിടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനെ നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ നമുക്ക് വേണ്ടി, ഈ കലികാലത്തുള്ള നമുക്ക് വേണ്ടി ഒരു നാരായണീയം എന്ന പേരിൽ ഭാഗവതത്തെ തന്നെ പൂർണ്ണമായിട്ട് അല്പം പോലും കാര്യങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അത് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അറിയാം. ഇന്ന് നാരായണീയം. ആ നാരായണീയത്തെ ഭഗവാന്റെ മേൽപ്പത്തൂര് കാണുന്ന ആ ഭഗവാന്റെ തിരുരൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ മുന്നിലങ്ങനെ ശ്രീലകത്തുനിന്ന് ഇറങ്ങി വരുന്നു ഭഗവാൻ എന്നുള്ളത് കാണുകയാണ്. ആ ഒരു കാഴ്ച ഇതെവിടെയാണ് കാണുന്നത്? ഇറങ്ങി വരുവാണോ? അതെ. നമ്മളുടെ സങ്കല്പം എത്രത്തോളം മാനസികമായിട്ടുള്ള അതിനോടുള്ള ചേർച്ച, ഭഗവാനോടുള്ള പരമമായ ഭക്തി, ആ പരമമായ ഭക്തിയിലുള്ള സങ്കല്പങ്ങളൊക്കെ തന്നെ നമ്മൾക്ക് സാധിക്കും എന്ന് മേൽപ്പത്തൂര് നമുക്ക് കാണിച്ചു തരണം. രോഗമൊക്കെ മാറാനെന്ന് മാത്രമല്ല, ഭഗവാനെ നേരിട്ട് ദർശിക്കാൻ, ഭക്തിയിൽ മനസ്സിനെ ഉയർത്തി ആ പരമപദത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് നാരായണീയത്തിൻ്റെ മഹത്വം. അതിൽ ഇന്നലെ പറഞ്ഞ പോലെ ചില മേൽപ്പത്തൂരിന് തോന്നി ഭഗവാൻ ഇവിടെ മുന്നിലിരിക്കുമ്പോൾ പല കാര്യങ്ങളും പറയാതെ അതൊന്നും ആവശ്യമില്ലാത്തതാണ്. എന്താ കാരണം വെച്ചാൽ ഭഗവാനെ കാഴ്ചയുടെ പുറത്ത് കാണുന്ന ആ മുന്നിലങ്ങനെ വിളയാടി ആ ലീലകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കലല്ലാതെ
അതിനപ്പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അത് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അതിനപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമ്മളുടെ ജീവിതം യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്തപ്പെടാതിരിക്കുന്നത്. സംസാരത്തിൽ മറ്റു പലതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് വിഷയങ്ങളിലേക്ക് ഓടിപ്പോവാനായിട്ട് മനസ്സ് വെമ്പുമ്പോൾ അതിന് പിടിച്ചു നിർത്താൻ ഏറ്റവും സുഗമമായ മാർഗം ഭക്തി ഒന്ന് മാത്രമാണെന്ന് നമുക്ക്. എന്നാൽ അതേസമയം ഈ ഭാഗവതം ഒരാൾക്ക് ഒരു അറിവിൻ്റെ തലത്തിൽ ജ്ഞാനത്തിലേക്ക് അല്ലെങ്കിൽ ആ മാർഗത്തിലേക്ക് എത്തപ്പെട്ടുവോ എന്നറിയാൻ ആചാര്യന്മാർ പറയും ഭാഗവതം വെച്ച് കൊടുത്താൽ മതി എന്നാണ്. അത് അറിയാനും പറയാനും കേൾക്കാനും പാകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭക്തി ഉണ്ടാവാതിരിക്കില്ല. അപ്പോൾ പിന്നെ നാരായണീയോ അതിനെ വളരെ മനസ്സിലാക്കത്തക്കവണ്ണം ഭക്തിയെ വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ എളുപ്പമായി തന്നെ ഭഗവത് പദത്തിൽ എത്തിക്കാനായിട്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. നമ്മളുടെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അതിനെ നമുക്ക് എല്ലാവർക്കും കൂടി സ്വാധ്യായം ചെയ്യാം. അതിന് ഗുരുവായൂരപ്പനും ഗുരുക്കന്മാരുടെയും ജന്മം തന്ന അച്ഛനമ്മമാരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ആ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കാരണം നമ്മൾ ഈ ഭൂമിയിൽ വരാൻ കാരണമായിരിക്കുന്ന ഒന്നാമത്തെ ഗുരുക്കന്മാർ അച്ഛനമ്മമാരാണ്. മാതാപിതാ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെ ജ്ഞാനത്തിലേക്ക് ഉയർത്തുന്ന ഗുരുവിനുള്ള സ്ഥാനം. അപ്പോൾ ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ എന്ന് ആ ഗുരുവാക്യത്തിൽ നമ്മൾ ലയിച്ചുകൊണ്ട് ആ ഗുരുപാദങ്ങളിൽ ലയിച്ചുകൊണ്ട് എത്രത്തോളം നമ്മൾ അങ്ങ് എത്തിച്ചേരുന്നോ അത്രത്തോളം നമ്മളെ അടക്കി നിർത്താൻ വെമ്പിക്കൊണ്ടിരിക്കുന്നവരാണ് ഗുരുക്കന്മാരെന്നല്ല നമ്മളുടെ പ്രത്യക്ഷ ഗുരുവായൂരപ്പനും. അപ്പം അതിന് അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ നാരായണീയത്തിലേക്ക് പ്രവേശിക്കാം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അനുഗ്രഹിച്ചു തന്ന ആ കാവ്യത്തെ സ്മരണം ചെയ്യാം. ഹരിയോ. പ്രഥമ ദശകം. ഇത് ഭാഗവതം ഒന്നാമത്തെ സ്കന്ധം കുറച്ച് ദശകങ്ങളെ കൊണ്ട് പറഞ്ഞു തരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തഥാവത് ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഓരോ വരിത അവസാനവും നമ്മളെ അങ്ങ് ഭഗവത് പാദത്തിലേക്ക് വിളിച്ച് പിടിച്ച് കൊണ്ടുപോവാണ് നാരായണ ഭട്ടതിരിപ്പാട് അല്ലേ. ആ ഭഗവത് പാദങ്ങളെ ഭഗവാനെ ഇങ്ങ് വിളിക്കണ കേൾക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ആ ഭഗവാന് വരാതിരിക്കാൻ പറ്റുമോ? പറയണു സാന്ദ്രാനന്ദാവബോധാത്മകം. സാന്ദ്രം, ആനന്ദം, അവബോധം. 3 കാര്യങ്ങൾ. സത്, ചിത്ത്, ആനന്ദം. സാന്ദ്ര, ആനന്ദ, അവബോധം, നിത്യപൂർണമായിട്ടുള്ള ജ്ഞാനം. തത്വം, അനുപമിതം. പരമാർത്ഥമായ തത്വം എന്ന് പറയുമ്പോൾ പരമാർത്ഥമായിട്ടുള്ള, അനുപമിതം. ഇനി ഒന്നിനോടും അതിനെ ഉപമിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള. പിന്നെയോ
മാത്രമല്ല കാലദേശാവധിഭ്യാം, കാലത്തിനും ദേശങ്ങൾക്കും ഇവ കൊണ്ടുള്ള നിർമുക്തമായിട്ടുള്ള, കാലങ്ങളെ കൊണ്ടോ ദേശങ്ങൾക്കോ പരിധിയിൽ പെടാത്തതായിട്ടുള്ള, അതായത് മുക്തി മാർഗത്തിലേക്ക് എത്തിപ്പെടുന്ന നിഗമശതസഹസ്രേണ, ശതസഹസ്രം എന്ന് പറയുമ്പോൾ അനേകം എന്നർത്ഥം. 1000 എന്നല്ല പറയുന്നത്, അനേകം വേദങ്ങളെ കൊണ്ടും ഉപനിഷദ് വാക്യങ്ങളെ കൊണ്ടും നിർഭാസ്യമാനം, പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന, കാരണം ഈ ഭഗവാന്റെ ഈ തിരുരൂപത്തെ തന്നെയാണ് എല്ലാ വേദ ഉപനിഷദ് വാക്യങ്ങളിലും നമുക്ക് പറഞ്ഞ് പ്രകാശിപ്പിച്ചു തന്നിരിക്കുന്നത് എന്നാണ്. അതോ അസ്പഷ്ടം, സ്പഷ്ടമല്ലാത്തതാണ്. ദൃഷ്ടമാത്രേ പുനഃ, അത് ദർശിക്കപ്പെട്ടാൽ ആ കണ്ട തന്നെ പിന്നെ ഒരു പുരുഷാർത്ഥാത്മകം, ഒരു പുരുഷാർത്ഥാത്മകം മോക്ഷം, മോക്ഷമാണ് സ്വരൂപം ഭഗവാന്റെ. അങ്ങനെ ആ സ്വരൂപത്തോട് കൂടിയ നിത്യമുക്തം, പിന്നെ ഒരു തിരിച്ചു വരവില്ല. ഏതൊരു ഗുഹയിലെത്തിയാൽ പിന്നെ തിരിച്ചു വരവില്ലയോ? ഏതാണ് ആ ഗുഹ? ഭഗവത് പാദത്തിൽ പിന്നെ ഒരു തിരിച്ചു വരവില്ലാത്തതായിട്ടുള്ള യത് ബ്രഹ്മ, ബ്രഹ്മം എന്ന് ഏതൊന്നുണ്ടോ തത്താവത്, അത് തന്നെയാണ് ഗുരുപവനപുരേ സാക്ഷാൽ ഭാതിജനാനാം അന്തഭാഗ്യം എന്നാണ്. ആ ഗുരുവായൂർ മഹാഭഗവാന്റെ ആ അന്തപുരത്തില്, മഹാക്ഷേത്രത്തില്, അവിടെ സാധാരണ പോലെയല്ല, എങ്ങനെയാണ്? സാക്ഷാത്തായിട്ടാണ്, പ്രത്യക്ഷമായിട്ടാണ് അവിടെ വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു ഭംഗിയാല്ലേ! ഇനി എന്നാ കാണുക ആ രൂപത്തെ? എത്ര കണ്ടാലോ നമുക്ക് മതിയാവുക? എത്ര പ്രാവശ്യം പോയി കണ്ടാലും മതിയാവാത്തപ്പോൾ നമ്മളെയൊക്കെ പിടിച്ച് പുറത്താക്കി വയ്ക്കാം. എല്ലാവരും അവരവരുടെ വീട്ടിലിരുന്നോളൂ. എത്ര പ്രാവശ്യം ഈ പറയണു? ഇന്നലെ ചെന്നപ്പോൾ അതാ പറഞ്ഞ, എന്തിനാ ഈ വരണേ? എത്ര പ്രാവശ്യമായി പറയണു? വീട്ടിൽ പോയിരിക്കൂ, അവിടെ പോയിരിക്കൂ, അവിടെ പോയിരുന്ന് എന്നെ ധ്യാനിച്ചോളൂ, ഞാൻ അങ്ങോട്ട് വരാം. നമ്മളുടെ മനസ്സിലല്ലേ ഭഗവാൻ പ്രകാശിക്കുന്നത്? ഇത് എവിടെയാത്? ഈ വേദങ്ങളും ഉപനിഷത്തുകളിലും ഒക്കെ പറഞ്ഞു തരണത്. ആ വാക്യങ്ങൾ അറിവിൻ്റെ വെളിച്ചത്തിൽ നമ്മളുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആ ഭഗവാൻ ഗുരുവായൂര് ആ ശ്രീകോവിലിനുള്ളിലിരിക്കുമ്പോൾ മറ്റേതൊരു ക്ഷേത്രം പോലെയല്ല. അവിടെ ബ്രഹ്മം എന്താണെന്ന് അറിയാത്തവർക്ക് അവിടെ പോയി നോക്കിയാൽ മതി. എന്താണ് ബ്രഹ്മം? അത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സാന്ദ്രാനന്ദാവബോധാത്മകം എന്നുള്ള ഒറ്റ വാക്യം കൊണ്ട് സാന്ദ്രമാണ്, ആനന്ദമാണ്, അവബോധമാണ്. സത് ചിത്ത് ആനന്ദസ്വരൂപനാണ് ഭഗവാൻ. അതുകൊണ്ട് ഈ ആനന്ദം ഇന്ദ്രിയങ്ങൾക്കോ ഇന്ദ്രിയ വിഷയങ്ങൾക്കോ യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് ഈ ആനന്ദം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ഒരു ഇന്ദ്രിയം കൊണ്ട് ഒരു വിഷയത്തെ അനുഭവിച്ച് ആ വിഷയം അനുഭവിച്ച് തീരുമ്പോഴത്തേക്കും മറ്റൊരു ഇന്ദ്രിയം നമ്മൾക്ക് വേറൊരു ദുഃഖം ഉണ്ടാക്കും അല്ലേ? ഒരു ഇന്ദ്രിയം വഴി ഒരു സുഖം കിട്ടി വിചാരിച്ചോളൂ, അപ്പം മറ്റൊരു ഇന്ദ്രിയം അതിൻ്റെ ദുഃഖം ഉണ്ടാക്കും. നമ്മൾ സ്വാദാണ് എന്ന് വിചാരിച്ചിട്ട് കുറേ ലഡു കഴിച്ചാലോ, അത് നല്ല സ്വാദാണ്, പക്ഷെ നമ്മൾക്ക് എന്തൊക്കെ ഉണ്ടാവും പിന്നെ അതിൻ്റെ പിന്നിൽ? കുറേ കാഴ്ച വസ്തുക്കളെ, കുറേ കേൾവികളെ, അടിച്ചു പൊള്ളി പാട്ട്, എന്തൊക്കെയാ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ സുഖാണോ ദുഃഖാണോ? തൽക്കാലം സുഖാണ്, പക്ഷേ അതിൻ്റെ ബാക്കി അവശേഷിക്കുന്നത് ദുഃഖമാണ്. അപ്പം ഈ ദുഃഖങ്ങൾക്കിടയിൽ കുറച്ചു നേരം അനുഭവിക്കുന്ന ആ ആനന്ദം ഉണ്ടല്ലോ, അത് ആ ദുഃഖങ്ങളുടെ ഉള്ളിൽ അതിനിടയ്ക്ക് കുറച്ചേ കിട്ടുള്ളൂ ആനന്ദം. ഈ വിഷയങ്ങളുടെ പിന്നാലെ പോയാൽ കിട്ടുന്ന ആ ആനന്ദം വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ വഴിയോ വിഷയങ്ങൾ വഴിയോ അതുകൊണ്ടുണ്ടാവുന്ന സംസർഗം കൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള
എല്ലാ വിഷയ സുഖങ്ങളും നമ്മൾക്ക് സമ്പർക്കം കൊണ്ട് എന്തേ തരുള്ളൂ? ദുഃഖം മാത്രമേ തരുള്ളൂ. എന്നാ ഈ ദുഃഖമില്ലാത്തത്, ഒരു പൊടി പോലും ദുഃഖം ഇല്ലാത്തതായിട്ടുള്ള ആ പരമ ആനന്ദസ്വരൂപനായിരിക്കുന്ന ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അത്രയും അത് അനുഭവമാണ് എന്നുള്ളതാണ്. അത് കാണുമ്പോഴേക്കും ഉണ്ടാവുന്ന ആ ഒരാനന്ദം ഇവിടെ വിവരിക്കാൻ പറ്റുന്നതല്ല. എല്ലാ വാസനകളെയും തീരെ നശിച്ചാൽ ആനന്ദത്തിന് ശത്രുവാണ് ആത്മഭ്രമം. ആത്മഭ്രമം പാടെ നീങ്ങിപ്പോയാലോ അവിടെ ഞാനും ആ പരബ്രഹ്മമായിട്ടുള്ള ആനന്ദം മാത്രമാണ് ബാക്കിയാവുക. അപ്പം എന്താ ഉണ്ടാവുക? ആ ഭഗവാനെ മാത്രം ഇങ്ങനെ കണ്ട് നിന്ന് കഴിഞ്ഞാൽ വീടുണ്ടോ? ബാക്കി ചിന്തകളുണ്ടോ? ഭഗവത് കഥകളങ്ങനെ വായിക്കുമ്പോൾ വേറെ എന്താ നമ്മൾക്ക് വിചാരം വരുന്നത്? ഒന്നും വരുന്നില്ല. അത് നിത്യ ജ്ഞാനന്ദ സ്വരൂപനാണ് ഇവിടെ. എന്നാ ഈ ബ്രഹ്മതത്വത്തെ എങ്ങനെയാ അത് കാണിച്ചു തരാൻ പറ്റില്ല പറയാണ്. അതെന്താ കാരണം? അനുപമിതം, ഒരു ഉപമയില്ലാത്തതാണ്. ഒരു ഉപമയും അതിനെ കൊണ്ട് പറയാൻ പറ്റില്ല. ഏകമേവ ദ്വിതീയ ബ്രഹ്മം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളൂ വാസ്തവമായിട്ട്. അതിന് തുല്യമായിട്ട് വേറെ ഒന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. ആ ബ്രഹ്മത്തെ പോലെ ശുദ്ധമായ, സ്വാഭാവികമായ, നിത്യമായ, ജ്ഞാനന്ദസ്വരൂപമായ, മറ്റ് ഉപമകളില്ലാത്ത ആ ബ്രഹ്മം അത് വിവരിക്കാൻ പറ്റാത്തതാണ്. നമ്മൾക്ക് 2 ഭാവങ്ങളുണ്ട്. എന്തൊക്കെയാ പറഞ്ഞു ഭഗവത്ഗീതയിൽ? അതൊക്കെ ജീവാത്മാവും പരമാത്മാവും. അത് നമ്മളുടെ ശങ്കയാണ്. ഈ രണ്ടില്ലേ എന്നുള്ളത് അറിവില്ലായ്മ കൊണ്ടുണ്ടാവുന്ന ഒരു ശങ്കയാണ്. ഉള്ളത് ഏതേ ഉള്ളൂ? ആ പരമാത്മാവ് മാത്രമാണ്. ജീവാത്മാവിനെ പരമാത്മാവിൽ ലയിപ്പിക്കാൻ സാധിക്കലാണ് ജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ജ്ഞാനത്തിലേക്ക് വന്നാലാണ് നമ്മളുടെ ഉള്ളിൽ ബ്രഹ്മം പ്രകാശിക്കുന്നത്. അങ്ങനെയുള്ള അപ്പോഴ് ജീവിതത്തിൽ ഈ ജീവാത്മാവ് എന്നുള്ള ആ അവസ്ഥയെ ബ്രഹ്മത്തിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് ബ്രഹ്മം ഒന്ന് മാത്രമാണ്. അങ്ങനെയുള്ള ബ്രഹ്മം ദേശകാലാവധിഭ്യാം, ദേശകാലങ്ങളിൽ നിന്നൊക്കെ നിർമുക്തമായിട്ടുള്ളതാണ്. അത് ആദ്യമോ അവസാനമോ രണ്ടുമില്ല, ഒന്നുമില്ല. ഇന്നപ്പോഴേ ഇന്ന ഇടത്ത് ഇന്ന കാലത്ത് പറയാൻ പറ്റുമോ? എങ്ങനെ ഇന്ന രൂപത്തിൽ പറയാൻ പറ്റുമോ? ഇല്ല. അതിന് എങ്ങനെയാന്ന്, എത്ര വലിപ്പമുണ്ട്, സ്ഥൂലമാണെന്നോ ദീർഘമാണെന്നോ വട്ടമാണെന്നോ എന്തെങ്കിലും അതിൻ്റെ രൂപം പറഞ്ഞു തരാൻ പറ്റുമോ? അതും പറഞ്ഞു തരാൻ പറ്റില്ല. ജനന മരണാദികളായിട്ടുള്ള സംസാരധർമ്മങ്ങൾ ഒന്നുമില്ലാതെ, ഈ വക ബന്ധങ്ങളൊന്നും ഇല്ലാതെ ഏകമായിരിക്കുന്ന ആ ബ്രഹ്മമാണ് സച്ചിത്ത് ആനന്ദസ്വരൂപനായിരിക്കുന്നത്. അതിനെ അറിയണമെങ്കിൽ അത് അനുഭവത്തിലൂടെ തന്നെ അറിയാൻ പറ്റുള്ളൂ. നിഗമ ശതസഹസ്രേണ നിർഭാസ്യമാനം. ഇങ്ങനെ ഇതിനെ ശതസഹസ്ര പദം കൊണ്ട് ഒന്നായിരിക്കുന്ന, അതിനെ സർവഭൂതേഷു സർവവ്യാപി സർവഭൂതാന്തരാത്മാ ഇതൊക്കെ പറയുമ്പോൾ ഇതിൽ ആ ഒന്ന് മാത്രം ബ്രഹ്മം എന്നൊരു, എല്ലാത്തിലും അത് മാത്രമാണ്, അതേ ഉള്ളൂ, എവിടെയും നിറഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ അത് ഒന്ന് മാത്രമാണ് എന്ന്. ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദ ആദികവയേ മുഹ്യന്തിയൽ സൂരയ തേജോ വാരി മൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാസ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. അവിടെയുണ്ട് 3. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞു തരുന്നത്. ആ ഒന്നുകൊണ്ട് ജനന മരണ പ്രവാഹങ്ങളാകുന്ന ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടണമെങ്കിൽ ആ ഒന്നിനെ കണ്ടെത്തണം, ആ ഒന്നിലെത്തിച്ചേരണം. അതാണ് ബ്രഹ്മം. അനേക വേദ ഉപനിഷത്തുകളെ കൊണ്ട്
പ്രതിപാദിക്കുന്നതൊക്കെ തന്നെ ആ ബ്രഹ്മത്തിനെ കുറിച്ചാണ്. എന്നാൽ അതിനെ അനുഭവഗോചരാണോ? അല്ല. കാണാൻ പറ്റുമോ? ഇല്ല. കേൾക്കാൻ പറ്റുമോ? ഇല്ല. അതിനെ എങ്ങനെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ? ശബ്ദം കൊണ്ട് മാത്രം. അതാണല്ലോ ശബ്ദം ആദ്യം ഉണ്ടായത്. ശബ്ദമല്ലേ ആദ്യം ഉണ്ടായത്. അപ്പം ആ ശബ്ദം കൊണ്ട് മാത്രമേ അതിനെ അറിയാൻ പറ്റുള്ളൂ. അത് അനാദിയാണ്. അതിനെ ഈ പ്രപഞ്ചത്തിൽ വന്നതിന് ശേഷം നമ്മളതിൽ അഹങ്കാരത്തോടു കൂടി ഞാനാണ് അതിൻ്റെ കർത്താവ്, ഞാൻ ഭോക്താവ്, എൻ്റെ പുത്രൻ, എൻ്റെ ഇങ്ങനെ ഉള്ള അഹങ്കാരത്തോടു കൂടി, മമതയോടുകൂടി, പലതരത്തിലുള്ള വാസനകളോടുകൂടി ദുഷ്കൃതങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് ആ ദുഷ്കൃതങ്ങളുടെ ഫലമായിട്ട് എന്തായി? വീണ്ടും 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 അനേകം ജന്മങ്ങൾക്ക് കാരണമായി തീർന്നു. അനേകം ജന്മങ്ങൾ എടുത്തുകൊണ്ട് എന്നിട്ടും വിവേകം ഉദിക്കാതെ, അല്ലേ? എന്തൊക്കെ അനുഭവിച്ചാലും നമ്മൾക്ക് വിവേകം ഉദിക്കുമോ? എന്തൊക്കെ ഈ കോവിഡിൻ്റെ കളികൾ മുഴുവൻ അനുഭവിച്ച് പലതും കണ്ടു. ഒരാൾക്കും ഒരു പേടിയുണ്ടോ? ഇല്ല. ഗുരുവായൂർ അമ്പലത്തിൽ പോയി നോക്കി കിഴക്കേ നടയിലെത്തിയാൽ കാണാം കല്യാണ തിരക്കും അവിടെയുള്ള കൂത്തും. യാതൊരു ഭയവും ഇല്ല. ആളുകൾക്ക് അങ്ങനെ ഒരു വിഷയവും ഇല്ല. എന്നാൽ നമ്മളെയൊക്കെ കുടുക്കിയിരിക്കുകയാണ്, പിടിച്ചു കെട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ ഒന്നിനും നിവൃത്തിയില്ലാതെ ഈ ഒരു മഹാമാരി. പക്ഷേ ഒരു അത്ഭുതമുണ്ട്. ഈ മഹാമാരിയിലാണ് നമുക്ക് അതിനോട് താല്പര്യമുള്ളവർക്ക് കൂടുതൽ സ്വാധ്യായം ചെയ്യാനും ഭഗവാനോട് ചേർന്നിരിക്കാനും സമയം കിട്ടിയത്, അല്ലേ? മറ്റിതിനോട് കൂടുതലായിട്ട് ഭഗവാന്റെ ആ മാർഗത്തിലേക്ക് തിരിയാനും കുറച്ചെങ്കിലും സ്വാധ്യായം ചെയ്യാനും സാധിച്ചത് ഈ ഒരു കോവിഡ് കാരണമാണ്. ഉണ്ട് വായനകൾ. നമ്മളെ സംബന്ധിച്ച് സപ്താഹങ്ങൾ കുറേ 5-6 സപ്താഹങ്ങളൊക്കെ പോയി. അത് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ അതിനേക്കാൾ മഹത്വമായിക്കൊണ്ട് ഇത് ചെയ്തോളൂ. എല്ലാതും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. ഭാഗവത സപ്താഹങ്ങൾ ഇവിടെ പല പ്രാവശ്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ദിവസവും നമ്മൾ ഇതിൽ തന്നെയാണ്. ഒട്ടും തന്നെ സമയമില്ല. ഈ ഒരു മഹാമാരിയുടെ ഉള്ളിലാണെന്ന് ഒട്ടും തന്നെ അനുഭവം ഇല്ലാത്ത വിധം ഭഗവാൻ ഇതിലൂടെ നമ്മളെയൊക്കെ കൊണ്ടുപോകുന്നല്ലോ. ഫേസ്ബുക്ക് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ FBയുടെ ഉള്ളിൽ എത്രമാത്രം ആളുകൾ സമയമില്ല, അല്ലേ? നമുക്ക് കേൾക്കാനായിട്ട് എല്ലാവരുടെയും പലതരത്തിലുള്ള ആ വാക് ചാതുര്യം എത്രമാത്രം കേട്ടാലും മതിവരാത്ത രീതിയിൽ നമ്മൾക്കത് വിശദമാക്കി തരുന്ന ഒരു ഏത് വിഷയങ്ങളെയാണെങ്കിലും ധാരാളം കേൾക്കാനായിട്ട്. മാത്രമല്ല സംഗീത ഓരോ കുട്ടികളുടെ ഓരോ കഴിവുകളും ഇപ്പോൾ പ്രകടമാക്കാൻ സാധിച്ചതും ഈ കോവിഡ് കാരണമാണ്. ധൈര്യമായിട്ട് അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടായി. അവിടെ ഇത് ചെയ്യാനുള്ള ഒരു സാധ്യതകൾ വന്നു. അതിന് തക്ക മീഡിയാസ് നമ്മൾക്ക് ഉണ്ടായി. അതുകൊണ്ട് അപ്പം അങ്ങനെയുള്ള ഈ അഹങ്കാരലേശമില്ലാതെ എന്ത് സുഹൃതം ചെയ്തുകൊണ്ട് സുഹൃത ദുഷ്കൃതങ്ങളെ നമ്മൾ ഒപ്പം അനുഷ്ഠിച്ചത് കൊണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് വീണ്ടും വീണ്ടും ജനിച്ച് സുഖദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. രജതമോ ഗുണങ്ങളുടെ ആധിക്യം കൊണ്ട് പലതരത്തിലുള്ള വാസനകൾ ഉണ്ടായി. അതിനനുസരിച്ച് കൊണ്ട് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ വന്ന് വീണ്ടും വീണ്ടും അനുഭവങ്ങൾക്ക് കാരണമായിത്തീരുന്നു എന്നാണ്. എന്തുകൊണ്ട്? സത്വശുദ്ധി വരാത്തത് കൊണ്ട്. ആ സത്വശുദ്ധി വന്നിരുന്നെങ്കിൽ ഒരു ക്ഷണനേരം മതി ഭോഗങ്ങളിൽ നിന്നൊക്കെ വിരക്തി വന്ന് കാണുന്നതും കേൾക്കുന്നതും എല്ലാം ആ ഗുരുവായൂരപ്പൻ തന്നെ എന്ന് സാധിക്കണമെങ്കിൽ, ഏതൊരാളെ കാണുമ്പോഴും അത് സാധിക്കണമെങ്കിൽ ആസക്തിയില്ലാതെ എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. അതിനാണ് ശ്രവണ മനനാദികളെ കൊണ്ട് പരമാത്മസ്വരൂപത്തെ സൂക്ഷ്മമായിട്ട് അറിയാൻ സാധിക്കണം. ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രാണായാമാദികളെ അനുസരിച്ചുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി ആ പരബ്രഹ്മത്തിൽ ഉറപ്പിക്കാൻ സാധിക്കണം. താനും ബ്രഹ്മവും ഒന്നാണ് എന്ന് നമുക്ക് ബോധിക്കാൻ സാധിക്കണം. അതിന് നിരന്തരമായ ധ്യാനം വേണം. ആ ധ്യാനം യോഗം ശീലിക്കുകയാണെങ്കിൽ ഉള്ളം അന്ധക്കരണം ശുദ്ധമായി തീരും. അങ്ങനെയുള്ള ആ അന്ധക്കരണം എപ്രകാരം അത് ആർക്കാണ് ലഭിക്കുക എന്ന് ചോദിച്ചാൽ
അത് ഒരു പുണ്യാത്മാവിന് മാത്രം ലഭിക്കുന്നതാണ്. സുകൃതം കൊണ്ട് സാധിക്കേണ്ടതാണ്. സുകൃതം കൊണ്ടാണ് ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ പറ്റുക. അങ്ങനെയുള്ള എത്ര മാത്ര ആളുകളെ നമുക്കറിയാം. അവരൊക്കെയാണ് മേൽപ്പത്തൂര്, പൂന്താനം, തുഞ്ചത്തെഴുത്തച്ഛൻ അല്ലേ. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളത്തിലെ പൂന്താനവും ഒക്കെ നമുക്ക് മലയാളത്തിൽ ഏറെക്കുറെ പറഞ്ഞു തന്നു. വളരെ താത്വികമായിട്ടും ഭക്തിപൂർവമായിട്ടും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മേൽപ്പത്തൂര് കുറച്ചും കൂടി ഗാഢമായിട്ട്, കുറച്ച് ജ്ഞാനം കൊണ്ട് അല്ലെങ്കിൽ സംസ്കൃത പാണ്ഡിത്യം കൊണ്ട് അദ്ദേഹം കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയിട്ട് അതിൻ്റെ കുറച്ച് അഹങ്കാരം ഉണ്ടായില്ലോ എന്നല്ല പറഞ്ഞില്ലേ. അപ്പം ഭഗവാന്റെ നിർദ്ദേശം, ഭഗവാന് ഈ അറിവോ സമൃദ്ധികളോ ഒന്നുമല്ല ഭഗവാന് വേണ്ടത്. ഭഗവാന് വേണ്ടത് പരമഭക്തി മാത്രം. അപ്പോഴാണ് നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അനേക വേദ ഉപനിഷത് വാക്യങ്ങളിൽ കൂടി ബ്രഹ്മത്തെ അസ്പഷ്ടമായിട്ടാണ് ഇവിടെ പറയണത്. എങ്ങനെയാ ഈ ബ്രഹ്മത്തിനും വാക്കിനും മനസ്സിനും ഒന്നും ഈ ബ്രഹ്മ വിഷയമല്ല, അതുകൊണ്ട് പറഞ്ഞു തരാൻ പറ്റില്ല എന്നാണ്. വേദം പോലും ചകിത അഭിതത്തെ പേടിച്ച് പിന്മാറുന്നു എന്നാണ്. പേടിച്ചുകൊണ്ടാണ് അത്രേ ബ്രഹ്മം വേദത്തെ പറഞ്ഞു തരുന്നത്, വേദം ബ്രഹ്മത്തെ പറഞ്ഞു തരുന്നത്. ആ നാമം പറയാൻ തന്നെ ആ ശുദ്ധമായ നാവ് കൊണ്ട് അത് പറയാൻ തന്നെ പേടിക്കണമെന്നാണ്. അത് അനുഭവത്തിൽപ്പെട്ട ആളുകളോ വളരെ കുറച്ച് നെതി വാക്കിയെന്ന ഇത് ബ്രഹ്മമല്ല, ഈ കാണുന്നതല്ല ബ്രഹ്മ, അത് കാണാൻ തന്ന കണ്ണുകളല്ല ബ്രഹ്മം, അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ഗൂഢമായിരിക്കുന്ന ഒരു വിലമതിക്കാനാവാത്ത ഒരു രത്നത്തെയും കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. പറഞ്ഞില്ലേ, ആ രത്നം അത് സദാ നമ്മളോടൊപ്പമുണ്ട്. ഞാനുണ്ട് കൂടെ. നമ്മൾ ഓരോ സമയത്തും ഒന്ന് കാലിടറുമ്പോൾ അല്ലേ, എന്തെങ്കിലും ഭയപ്പെടുമ്പോൾ, ഏതെങ്കിലും കുടുങ്ങുന്ന സമയത്ത് ഞാനുണ്ട് കൂടെ എന്ന് സാന്ത്വനിപ്പിച്ചുകൊണ്ട് കൈത്താങ്ങായിട്ട് നമ്മളെ എത്ര പ്രാവശ്യം അനുഗ്രഹിച്ചിട്ടുണ്ട്. മേൽപ്പത്തൂരിനെ ആ തിരുമുഖം കാണാൻ സാധിച്ചെങ്കിൽ, പക്ഷെ നമ്മൾക്ക് അതിനെ ഉൾക്കൊള്ളാൻ അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ സാമീപ്യം, ഭഗവാന്റെ സാന്നിധ്യം നമ്മൾ പല പ്രാവശ്യം അറിഞ്ഞിട്ടുണ്ട് ഇല്ലേ. ആ അറിയാം. അപ്പം അത് സർവം ഖൽവിദം ബ്രഹ്മ, നാം കാണുന്നതും കേൾക്കുന്നതും എല്ലാം അതൊക്കെ ബ്രഹ്മമാണ്. അതൊന്നും നമ്മൾ നിശ്ചയിക്കേ വേണ്ടൂ, നമ്മളുടെ ഉള്ളിൽ അതൊന്നും ഉറപ്പിക്കേ വേണ്ടൂ. ഈ പഞ്ചഭൂതങ്ങളും ഏതൊക്കെ കൊണ്ടാണോ ഈ ഭൂതങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്, അതൊക്കെ പരമ ബ്രഹ്മമല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് സാക്ഷാത്കരിക്കാൻ സാധിക്കാം. ആ ബ്രഹ്മം അത് ദുർഗ്രഹമാണ്, ഗ്രഹിക്കാൻ എളുപ്പമുള്ളതല്ല. അപ്പം നമ്മളാണെങ്കിലോ വളരെ ശുദ്ധിയില്ലാത്തവരാണ്. സത്വശുദ്ധിയില്ലാത്ത നമുക്ക് സാക്ഷാത്കരിക്കാനും സാധിക്കില്ല എന്നുള്ളതാണ്. സാക്ഷാത്കരിക്കാൻ സാധിക്കണമെങ്കിൽ പ്രത്യക്ഷമായി കണ്ട് സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്നുള്ളത് മേൽപ്പത്തൂർ നമുക്ക് പറഞ്ഞു തരുന്നു. ഏതൊരാൾക്കും സാധിക്കുന്നതാണ്, പക്ഷെ അതിന് പ്രയത്നിക്കേണ്ടതുണ്ട്. മേൽപ്പത്തൂര് കാലിന് നടക്കാൻ വയ്യാതെ വന്നു, പക്ഷേ എത്രമാത്രം പണിപ്പെട്ട് അത് മാനസികമായിട്ടാണെങ്കിലോ നമ്മളുടെ എല്ലാവിധ ദുഃഖങ്ങളും നമ്മളുടെ വാസനയ്ക്കനുസരിച്ചാണ്, കർമ്മത്തിനനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ ആ വാസനയ്ക്കനുസരിച്ച് നമ്മളുടെ ഓരോ ജീവിതത്തിലും അതിന് മേലോട്ട് ആ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കണമെങ്കിൽ അതിന് നമ്മൾ പ്രയത്നം ചെയ്യണം. എന്തൊക്കെ രീതിയിലാണ് പറഞ്ഞത് അങ്ങേക്ക് ഇവിടെ ഇതാ പറയാൻ പോകുന്നുണ്ടല്ലോ. ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മ. ഒരു കാണുന്നത് കൊണ്ട് തന്നെ പുരുഷാർത്ഥാത്മകം, സത്വശുദ്ധി വന്നിട്ടുള്ള ഒരു പുണ്യാത്മാവായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ്
ആ സ്വയം പ്രകാശസ്വരൂപിയായിരിക്കുന്ന, അത് അനന്തസ്വരൂപമായിരിക്കുന്ന, അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കണോ? അതിന് ഈ ദൃഢമായി യമ നിയമ പ്രാണായാമാദികൾ നമ്മൾ ഇന്ദ്രിയങ്ങളെ ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ അഭ്യാസേന ഭഗവത്ഗീത പറഞ്ഞ പോലെ സദാ പരമാത്മാവിനെ ധ്യാനിക്കുക. വളരെ കാലം കൊണ്ട് ആ പരമാത്മാവിനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. വളരെ കാലം കൊണ്ട് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച്, വളരെ കാലം എന്ന് നമുക്ക് പറയാം, പക്ഷേ നമ്മൾ കൂടുതൽ കൂടുതൽ സ്വശ്രദ്ധ, നേരത്തെ പറഞ്ഞ മാതിരി ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ എത്രമാത്രം ശ്രദ്ധയോട് കൂടിയാണോ നമ്മൾ ചെയ്യുന്നത്, അതാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. ആ പരമാത്മാവിനെ സാക്ഷാത്കരിച്ച മാത്രയിൽ പരമാർത്ഥ സ്വരൂപിയായിട്ടുള്ള, മോക്ഷസ്വരൂപിയായിട്ടുള്ള ബ്രഹ്മത്തിൽ എപ്രകാരം ഒരു സമുദ്രത്തിലേക്ക് നദികൾ വന്നു ചേരുന്നോ അതുപോലെ വേർതിരിക്കാൻ സാധിക്കാതെ ആ പൂർണ്ണമായ ബ്രഹ്മാനന്ദത്തിൽ നമ്മൾ ഒന്നായിത്തീരുന്നു എന്നാണ്. ഒന്നായിത്തീരുന്നു. പിന്നൊരു ജന്മം എടുക്കേണ്ടി വരില്ല. പിന്നെ ജന്മം എടുക്കുന്നത് നമ്മളുടെ കർമ്മം കൊണ്ടാണ്, അവിദ്യ കൊണ്ടാണ് എന്നാണ്. അപ്പോൾ അതിനു വേണ്ടി എന്തു ചെയ്യണം? ആ അന്ധകരണങ്ങൾ ഒരിക്കലും ബന്ധിക്കപ്പെടാതിരിക്കണം. നിത്യമുക്തമായിട്ടുള്ള ആ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുക. അങ്ങനെയുള്ള സിദ്ധന്മാര് ഒക്കെ തന്നെ ജനന മരണ മോക്ഷ പ്രവാഹങ്ങളിൽ നിന്ന് അവർ മുക്തനായിത്തീരുന്നു. അവർക്ക് വീണ്ടും വീണ്ടും സംസാരത്തിൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ല. പുനരാവർത്തി രഹിതമായിത്തീരുന്നു ഓരോ ജന്മങ്ങൾ. തിരിച്ചു വരാതിരിക്കും, ഉറപ്പായിത്തീരുന്നു. എപ്രകാരം സമുദ്രത്തിലെ ഉപ്പിനെ അളക്കാൻ പോയ ഒരു ഉപ്പുപാവയെക്കുറിച്ച് ചിന്മയാനന്ദ സ്വാമികൾ പറയും. ഉപ്പുപാവ സമുദ്രം കണ്ടിട്ടില്ല. അങ്ങനെയാണ് ആ ഉപ്പുപാവ സമുദ്രത്തിൽ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് ആ ഉപ്പുപാവ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ആയിത്തീരും നമ്മൾ. ഭഗവാനെ അറിയാനായിട്ട് ഭഗവാനോട് ചേർന്ന് ഉപ്പോട് ചേർന്ന് വെള്ളത്തിലേക്ക് പോവുകയാണ്, ഉപ്പുപാവയാണ്. അതുപോലെയാവണം നമ്മൾ. ഈശ്വരനോട് ചേർന്ന് സമുദ്രത്തിൽ ചെന്ന് ചേർന്ന് വിചാരം ചെയ്യുന്നത് പോലെ തന്നെ ജ്ഞാനിയായിട്ടുള്ള ഒരു ഗുരുവിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കണം. എന്നിട്ട് അത് പറഞ്ഞ പ്രകാരം ഉപദേശങ്ങൾക്കനുസരിച്ച് കൊണ്ട് ശീലിക്കണം. ഇപ്പം ബ്രഹ്മം തന്നെയാണ് ഇവിടെ എന്തായിട്ട് കാണുന്നത്? ആ പവനപുരിയിൽ വിളയാടിക്കൊണ്ടിരിക്കുന്ന ഗുരുവായൂരപ്പനായിട്ട് മേൽപ്പത്തൂര് കാണുന്നത് എന്നാണ്. ഇത്രയും മനോഹരമായിട്ട് കാണുന്നത് ആ ക്ഷേത്രത്തിൽ പാമരന്മാർക്ക് പോലും ഏതൊരാൾക്കും പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കുന്ന ഭഗവാൻ, വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഭഗവാൻ. അചഞ്ചലമായിട്ടുള്ള മനസ്സുകൊണ്ട് സ്മരിക്കുന്ന മാത്രയിൽ ഹന്തഭാഗ്യം ജനാനാം ഹന്ത എന്ന് അവിടുന്ന് അങ്ങോട്ട് പൊട്ടി പുറപ്പെടുകയാണ് ആ ഭഗവാൻ. ആനന്ദം. ആ ഭഗവാനെ ഇങ്ങോട്ട് കാണുമ്പോഴേക്ക് നമ്മൾക്ക് എവിടുന്നാന്നറിയില്ല, അല്ലേ? രോമാഞ്ചം വരണം. അന്ധഭാഗ്യം. ഓ, എന്തൊരു ഭാഗ്യം! ആ തിരുരൂപം അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ഹരേ കൃഷ്ണ, എന്താ ഒരു സന്തോഷമല്ലേ! കണ്ണിലൊക്കെ എവിടുന്നാ വരുന്നതെന്നറിയില്ല. ആനന്ദോ, എന്താ രോമാഞ്ചോ, എന്തൊക്കെയോ ഉണ്ടാവണമെന്നറിയില്ല. യാതൊരു ക്ലേശങ്ങളും ആ സമയത്ത് നമ്മൾ അറിയണില്ല. ആ പരബ്രഹ്മത്തെ കാണുമ്പോൾ തന്നെ ദിവ്യബിംബത്തിൽ ആ പ്രതിമകളിൽ നിന്ന് കാണുന്ന ആ ചൈതന്യം, അതിൻ്റെ ഉള്ളിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന, എങ്ങനെയാ അതൊക്കെ ഇങ്ങനെ ഇത്രയും മറ്റെവിടെയും പോയ പോലെയാണോ ഈ അമ്പലത്തിൽ പോകുമ്പോൾ? ആ ദിവ്യബിംബത്തിൽ മറ്റു പ്രതിമകളിൽ നിന്നൊക്കെ പ്രത്യേകമായിട്ടുള്ളൊരു ശോഭ നമുക്ക് മനസ്സിലാവില്ലേ? എവിടെ പോയാൽ പോലെയാണോ? എത്രയും പറയാം അമ്പലത്തിൽ ഒന്നും പോണ്ട, ഇവിടെ ഇരുന്നാൽ മതി, ശരിയാ. പക്ഷേ ഗുരുവായൂർ അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും മതി തോന്നും. നമ്മളൊക്കെ ക്ഷേത്രങ്ങളിൽ ചിലപ്പോൾ പോവാൻ മതി എന്ന് വയ്ക്കാം. എന്നാലും ആർക്കെങ്കിലും ഗുരുവായൂർ അമ്പലത്തിൽ മതി, ഞാൻ കണ്ടുകെട്ടുള്ളതാ, ഇനി ഞാനില്ല എന്നാരെങ്കിലും പറയോ? അവിടെ ആ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ദിവ്യ ചൈതന്യം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പറയണില്ല, എന്തൊക്കെ കാണിക്കുന്നില്ല ഭഗവാൻ.
ആ ഭഗവാന്റെ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് സ്വർഗാരോഹണ സമയത്ത് ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ പുണ്യ വിഗ്രഹം, അതാണ് ഭഗവാൻ തന്നെ ആരാധിച്ചിരുന്ന, ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്ന അങ്ങനെയുള്ള ആ ഭഗവാനെ കാണുമ്പോൾ അതിൽ നിന്ന് സന്തോഷം, ആ ബ്രഹ്മ നിർവൃതി ഉണ്ടായിട്ടില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ അല്ലേ? അങ്ങനെ ഒരു ഫലേച്ഛയോ ഒരു ആഗ്രഹവും ഒരു ഫലവും കിട്ടുന്ന ഉദ്ദേശിച്ചിട്ടല്ല നമ്മൾ വരുന്നത്. ആ തിരുരൂപം ഒന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട് അത്രേ ആഗ്രഹമുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഒരു ആഗ്രഹങ്ങളും ഒരു പട്ടികയും പറഞ്ഞു കൊടുക്കാനില്ല. നിഷ്കാമ ഭക്തിയോടുകൂടി അവിടുത്തെ ആ തിരുമുഖം ദിവസവും രാവിലെ ഒന്ന് കാണാൻ സാധിക്കുക, എന്നെങ്കിലും ഒന്ന് കാണാൻ സാധിക്കുക എന്നുള്ള അങ്ങനെയുള്ള ഇവിടെ മേൽപ്പത്തൂരാണെങ്കിലോ അവിടുന്ന് ഗുരു പറഞ്ഞു കൊടുത്ത അച്യുതപിഷാരടിയിൽ നിന്ന് നേടിയിട്ടുള്ള ആ പരമഗുരുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വ്യാധിയാണ് വാതരോഗം. അത് ഭഗവത് ഭജനം തന്നെയാണ് അതിനുള്ള സിദ്ധ ഔഷധം എന്നറിഞ്ഞുകൊണ്ട് അത് തുഞ്ചത്തെഴുത്തച്ഛനിൽ നിന്ന് കേട്ടു എന്നാണ് അവിടെ. അതുകൊണ്ട് ഭഗവാനെ നമ്മളുടെ ഏത് തരം വ്യാധികളും മാറണോ എങ്കിൽ, ജീവിതം സംശുദ്ധമായി തീരണോ എങ്കിൽ, ആ പരമപദത്തിൽ എത്തണോ എങ്കിൽ എന്ത് ധാർഷ്ട്യം കാണിച്ചിട്ടും തനിക്ക് എല്ലാം നേടാം എന്ന് വിചാരിച്ചും എന്ത് സമ്പത്തുണ്ടെന്ന് അഹങ്കരിച്ചിട്ടും ഒരു കാര്യമില്ല. ഏതു തരം വ്യാധികളും പലതരത്തിലുണ്ട്. ദാരിദ്ര്യം ഒരു വ്യാധിയാണ്, രോഗം ഒരു വ്യാധിയാണ്, മാനസികമായിട്ടുള്ള രോഗങ്ങൾ വേറൊരു വ്യാധിയാണ്. ഇനിയിപ്പോൾ ശരീരത്തിൽ ഉണ്ടാവുന്ന രോഗങ്ങളാണെങ്കിൽ അത് വേറൊരു വ്യാധിയാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ടുണ്ടാവുന്ന വിഷമങ്ങൾ ഉണ്ടാവുന്നത് ഒരു തരം വ്യാധിയാണ്. ഇതൊക്കെ അസുഖങ്ങളാണ്. ഈ രോഗങ്ങൾക്കൊക്കെ തന്നെ സർവം ഖല്വമി, എല്ലാം ഈശ്വരൻ എന്ന ആ പരമ ഗുരുവാണ്. ഗുരുവായൂരപ്പനാണ്. ഹരേ കൃഷ്ണ ഏതു മാത്രമേ എനിക്ക് ചിന്തയുള്ള ഗുരുവായൂരപ്പ, ബാക്കി ഒന്നും തന്നെ എന്നെ ബാധിക്കുന്നില്ല, എനിക്ക് അങ്ങ് മാത്രം മതി അല്ലേ? വൃത്രാസുരൻ പറഞ്ഞ മാതിരി എനിക്ക് മറ്റൊന്നും വേണ്ട, അങ്ങയുടെ ആ പരമഭക്തന്മാരിലുള്ള ആ ദാസ്യഭാവം തന്ന് അനുഗ്രഹിക്കൂ, ഇത് മാത്രം. എനിക്കിനി ഒരു ജന്മം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങയിൽ ഭക്തി ഉണ്ടാവണേ, അങ്ങയുടെ ഭക്തന്മാരിൽ ചേർച്ചയുണ്ടാവണേ, ഇത് മാത്രമാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. ആ ഭഗവാൻ ഇവിടെ ഗുരു പവനപുരി, ഗുരുവാണ് പവനപുരി, രണ്ടാണ്, വായുവും ഗുരു ചേർന്നുകൊണ്ട്. തമോമയമായ എന്ന് പറയുമ്പോൾ തമോമയമായ ജ്ഞാനത്തെയാണ് പറയുക. ഗുരു എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിക്കുന്നതായിട്ടാണ് പറയുക. ആ രണ്ട് വാക്യങ്ങളിൽ കൂടെ സാന്ദ്രാനന്ദാവബോധാത്മകമാണ് ബ്രഹ്മതത്വം എന്ന് നമുക്ക്, സച്ചിദാനന്ദമാണ് എന്ന് നമുക്കിവിടെ പറഞ്ഞു തരുന്നു. ഇങ്ങനെയുള്ള ആ ഒരു പുരുഷാർത്ഥാത്മകം, അതാണ് ലക്ഷ്യം. അതായത് ഇനിയൊരു ജന്മം ഇല്ലാതിരിക്കുക, മോക്ഷം തന്നെയാണ് പരമലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് എന്ന് ഇവിടെ പറഞ്ഞു തരുന്നു. ഇപ്രകാരം ഒന്നാമത്തെ ശ്ലോകം കൊണ്ട് വിഷയങ്ങളുടെ പിന്നാലെ പോയാൽ ഉണ്ടാവുന്ന പലതരത്തിലുള്ള വിഷയസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊരു ആഗ്രഹങ്ങളുടെ പിന്നാലെ പോവുക, ഇന്ദ്രിയങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അതിൻ്റെ പിന്നാലെ പോയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയാണ് ഇവിടെ പറയുന്നത്. അത് മാറണമെങ്കിൽ ഭഗവൽ പരമ ഗുരുവായൂരപ്പനിൽ, പരമ ഗുരുവിൽ അല്ലെങ്കിൽ തൻ്റെ ഈശ്വരനിൽ പരമഭക്തി ഉണ്ടായിത്തീരണം എന്നാണ്. അതിനാണ് ഇവിടെ പ്രധാനമായിട്ടും എടുത്ത് പറയുന്നത്. ആദ്യം തന്നെ പറയുന്നത് വിഷയങ്ങളിലൂടെ പോയിട്ട് അനുഭവിക്കുന്ന, നമ്മളുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇന്ദ്രിയപരമായിട്ടും ഒക്കെയുള്ള ഇഷ്ടങ്ങളുടെ പിന്നാലെ പോയാൽ ഉണ്ടാകുന്ന അല്പസുഖവും വലിയ ദുഃഖവും, ആ വലിയ ദുഃഖത്തിൽ നിന്ന് നിവർത്തനാവണമെങ്കിൽ ആദ്യം ഭഗവാനെ ശരണം പ്രാപിക്കണം എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു.
ആ ഭഗവാനെ ശരണം പ്രാപിക്കാനായിട്ടാണ് ഇവിടെ മേൽപ്പത്തൂർ. ആദ്യം തന്നെ എല്ലാവരും ഇത് കേട്ടോളൂ, എൻ്റെ കഥയിലൂടെ എല്ലാവരും ഇത് കേട്ടോളൂ. അദ്ദേഹത്തിന് വിഷമം വാതരോഗം കൊണ്ടാണ്, എനിക്ക് വിഷമം വേറെ പല രോഗങ്ങളെ കൊണ്ടാണ്, ചിലർക്ക് വിഷമം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണ്, ഔദ്യോഗികമായിട്ടുള്ള പ്രശ്നമാണ്. ഏത് തരം പ്രശ്നങ്ങൾക്കും പരിഹാരം ഒന്നേ ഉള്ളൂ, ശരണാഗതി മാത്രം. ഈശ്വരനിലുള്ള ശരണാഗതി ഒന്ന് മാത്രമാണ് എന്ന് പറഞ്ഞു തരുന്നു. ഇങ്ങനെ പോയാൽ കുറേ നാൾ പിടിക്കും, സാരല്ല അല്ലേ, എത്ര നാളായാലും പറയാം. ഏതായാലും നമുക്ക് നോക്കാം രണ്ടാമത്തെ ശ്ലോകം. ഏവം ദുർലഭ്യവസ്തുന്യഭി സുലഭതയാ ഹസ്തലബ്ധേയദന്യൽ തന്വാ വാചാ ധിയാ വാ ഭജതി ബദ ജനക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവത് വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാബഹത്യൈ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവ ആശ്രയാമ. ഏവം ദുർലഭ്യവസ്തുനി അപി സുലഭതയാ ഹസ്തലബ്ധേ യത് അന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ജനക്ഷുദ്രതേവ ക്ഷുദ്രത ഏവ അസ്ഫുടേയം. പിന്നെയോ ഏതേ താവത് വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാബഹത്യൈ നിശേഷാത്മാനം ഏനം ഗുരുപവനപുരാധീശം ഏവ ആശ്രയാമ. വീണ്ടും അത് തന്നെ പറയുന്നു. എന്നാലോ ഏവം ഇപ്രകാരം ദുർലഭ്യവസ്തുവിനി അഭി, ഇത് കിട്ടണമെങ്കിൽ എളുപ്പമല്ല. ഈ ഭഗവാനെ നമ്മൾക്ക് സാക്ഷാത്കരിക്കണമെങ്കിൽ എളുപ്പമല്ല, വളരെ പ്രയാസപ്പെട്ട് ദുർലഭ്യമാണ്, വളരെ പ്രയാസപ്പെട്ട് മാത്രം ലഭിക്കുന്നതാണ്. ബ്രഹ്മം, മനുഷ്യജന്മം, ഭക്തിയോഗം, ഭാഗവതം. ഇത് എളുപ്പമാണോ? ഒരു ബ്രഹ്മത്തിൽ നിന്ന് അത് കിട്ടണം, അതിനൊരു മനുഷ്യജന്മം കിട്ടണം, അതിൽ നമ്മൾക്ക് ഭക്തി ഉണ്ടായിത്തീരണം, ശ്രീഭാഗവതം ലഭിക്കണം. ഇത് സുലഭതയാ, എത്ര എളുപ്പത്തില്, ഹസ്തലബ്ധേ അഭി, കയ്യിൽ കിട്ടിയിട്ടും, അതാ പ്രശ്നം. ഇത് കയ്യിൽ കിട്ടിയിട്ടും കൂടി ജനിക്കുന്നവര്, ജനങ്ങള് അന്യത്, മറ്റുള്ള ദേവന്മാരെ, മറ്റു വിഷയങ്ങളെ, അതായത് കർമ്മജ്ഞാന യോഗങ്ങളെ, ഇവിടെ ഭക്തിക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, മറ്റു കാവ്യപുരാണാദികളെ, എന്തിനാ അതിലേക്കൊക്കെ പോണ? ഭാഗവതം മാത്രം മതി, ഭാഗവതം മാത്രം നമ്മൾക്ക് ജീവിക്കാൻ. അതുകൊണ്ട് തന്വാ വാച, തനു പറഞ്ഞ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ദിയ ബുദ്ധി കൊണ്ടോ ഇവ കൊണ്ടൊക്കെ തന്നെ ഭജതി സേവിക്കുന്നു, ഭഗവാനെ ആശ്രയിക്കുന്നു. ഇയം, ഇത് സ്പഷ്ടക്ഷുദ്രത സൂചന, സ്പഷ്ടമായിട്ടുള്ള ഈ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് മൂഢത തന്നെയാണ്. ക്ഷുദ്രത എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ തന്നെയാണ്, അവിവേകം തന്നെയാണ്. തു എന്ന ഏതേ വയം താവത്, ഈ ഞങ്ങളാണെങ്കിൽ വിശ്വപീഡാപഹത്യൈ, സകല ലോകത്തിലുള്ള സർവ്വ ദുഃഖങ്ങളുടെയും ഹതിക്കാനായിക്കൊണ്ട്, എല്ലാ ദുഃഖങ്ങളെയും ഹതിക്കാനായിക്കൊണ്ട്, സ്ഥിരതര മനസ്സ, ഉറച്ച മനസ്സോടുകൂടി, നിശേഷ ആത്മാനം ഏനം, നിശേഷ ആത്മാനം, സകല ജഗത്തിൻ്റെയും അന്തര്യാമിയായിട്ടുള്ള, അതായത് ബ്രഹ്മാവിഷ്ണു രുദ്രാത്മകനായിട്ടുള്ള ഏകം ഈ പരമപുരുഷനെ, ശ്രീ ഗുരുപുരാധീശം ഏവ, ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിക്കുന്നു എന്ന് വാക്യാർത്ഥം. ഇവിടെ പറയണു, പരമസാക്ഷാത്കാരം ഉണ്ടാവണമെങ്കിൽ ആദ്യമായിട്ട്
ശമദമ സാധനാദികൾ നമ്മൾ അനുഷ്ഠിക്കണം. അങ്ങനെ ധ്യാനം ചെയ്യണം, യോഗ ചെയ്യണം, പ്രാണായാമാദികളും ശമദമം ഒക്കെ ഉണ്ടായിട്ട് അതിനുശേഷം ഒരു ഗുരുവിനെ ശരണം പ്രാപിക്കണം. എന്നിട്ട് ശ്രവണ മനനാദികളെ കൊണ്ട് പരമാത്മസ്വരൂപത്തെ അറിയാൻ പറ്റണം. അങ്ങനെ പരമാത്മാവിൽ മനസ്സ് ഏകാഗ്രമാക്കാൻ കുറേ കാലം ധ്യാനം ചെയ്യണം. അത് കാലപരിധികളൊന്നും പറയാൻ പറ്റില്ല. എത്ര കാലം കൊണ്ട്? 1 മാസം ധ്യാനം ചെയ്താൽ മതിയോ? എത്രയോ ആളുകൾ എത്രയോ ആയിരക്കൊല്ലക്കാലം തപസ്സു ചെയ്ത കഥ, ഏകാഗ്രമായ തപസ്സുകൊണ്ട് അല്ലേ? എത്ര കാലം ചെയ്യണം? ഒരു കണക്കുമില്ല. നമ്മളുടെ ശ്രദ്ധയ്ക്കനുസരിച്ച് അങ്ങനെ ഇത്ര കഴിഞ്ഞാൽ ഒരു പക്ഷേ പരമാത്മ സാക്ഷാത്കാരം ഉണ്ടായേക്കാം എന്നാണ്. അങ്ങനെ ദുർലഭമാണ് ഈ വസ്തു. അത് ദുർലഭ്യ വസ്തുവിനി. അങ്ങനെ ദുർലഭമാണ് എന്നാ ഒരു പ്രയാസം കൂടാതെ ഇതവിടെ ഇരിക്കണു. ഒരു വിഷമമില്ല. മേൽപ്പത്തൂര് പറയുന്നു, തൻ്റെ മുമ്പിൽ അതാ കാണുന്നു, പ്രത്യക്ഷമായിട്ട് കാണുന്നു. ഒരു തപസ്സു ചെയ്തിട്ടില്ല, ഒരു പ്രയാസം കൂടാതെ സ്വാധീനത്തിൽ ഇരുന്നിട്ടും നമ്മൾ തയ്യാറല്ല. നമ്മളുടെ മനസ്സ് തയ്യാറല്ല. നമ്മൾ മറ്റെല്ലാ സുഖങ്ങളാണ് സുഖം എന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ ഓടി ഉള്ള കാശും പൈസയും സമയവും ബുദ്ധിയും ശരീരവും ഒക്കെ വെറുതെ വൃഥാവിലാക്കി നമ്മളോട് ചേർന്നവരെ മുഴുവൻ വിഷമിപ്പിച്ചുകൊണ്ട് അല്ലേ, ഇതിന് തയ്യാറല്ലാതെ നമ്മൾക്കിതാ ദുർലഭ്യ വസ്തുവിന് സുലഭതയാ, സുലഭമായിട്ട് കിട്ടാനുണ്ട്. പക്ഷെ നമ്മൾ തയ്യാറല്ലാച്ച എന്ത് ചെയ്യും? അതുകൊണ്ട് അതെന്താ ചെയ്യണ? അവിവേകികളായിട്ടുള്ള ജനങ്ങളാണ്. എന്നിട്ട് മറ്റു പിന്നാലെ പോവുക. അന്യദേവതകൾ എന്ന് പറയുമ്പോൾ മറ്റ് പലതിൻ്റെ എവിടെ പോയാലാ സുഖം കിട്ടുക എന്ന് അന്വേഷിച്ചുകൊണ്ട് മറ്റ് പലതിൻ്റെയും പിന്നാലെ ഓടുക. കുറേ പ്രശ്നം വെച്ച് നോക്കുക, ഒക്കെ ശരിയാ. എന്നിട്ട് പിന്നെ അവിടെ പോവുക, ഇവിടെ പോവുക, തിങ്കളാഴ്ച ശിവൻ്റെ അമ്പലത്തിൽ, ചൊവ്വാഴ്ച ദേവിയുടെ അമ്പലത്തിൽ, മറ്റോ എല്ലാവരുടെയും ഓടണത്. നേരത്തെ പറഞ്ഞില്ലേ പാക്കനാരോട് അല്ലേ, എന്താ പറയുക, പറയപ്പറ്റി പന്തിരുകുലത്തിൽ പറയുന്നുണ്ടല്ലോ, ഒരു 9 കുഴി കുഴിച്ചത് ഒരു കുഴി കുഴിക്കുകയാണെങ്കിൽ ഭഗവാനെ കാണാമായിരുന്നില്ലേ എന്ന് പറയുന്ന പോലെ. അല്ല, വെള്ളം കാണാമായിരുന്നില്ലേ? അതേസമയം ഒരേ ഒരു നാമം ജപിക്കുകയാണെങ്കിൽ ഹരേ കൃഷ്ണ എന്ന് മാത്രം ഉള്ളിൽ തനിക്ക് ഏതാണോ ഇഷ്ടമൂർത്തി ആ ഒരു മൂർത്തിയെ മാത്രം ഇവിടെ മേൽപ്പത്തൂര് കാണുന്ന ആ സ്വരൂപത കണ്ണിൻ്റെ മുമ്പിൽ ശ്രീലകത്ത് അങ്ങനെ എല്ലാ പ്രഭയോടും കൂടി അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കണു. പക്ഷെ ആർക്കും ആവശ്യമില്ല, ആരും മനസ്സിലാക്കുന്നില്ല. ഇരുന്നിട്ടും അവിവേകത്തോടു കൂടിയിട്ടുള്ള ജനങ്ങൾ ഇങ്ങനെ പലതും ചെയ്തുകൊണ്ട് അവിടെ പോയി ഇവിടെ പോയി അത് ചെയ്ത് ഇത് ചെയ്ത് കഷ്ടമല്ലേ എന്നാ ചോദിക്കണത്. ഇത് കുറേ കഷ്ടമല്ലേ? വാക്കുകൊണ്ട് പലതും ചെയ്തുകൊണ്ട് അങ്ങനെ എന്നാ ഞങ്ങളിതാ എന്ന് ഞാനും എൻ്റെ വാക്കിൽ വിശ്വസിക്കുന്ന ഭക്തജനങ്ങളും ഗുരുവായൂരപ്പനെ ആശ്രയിക്കുന്ന ഭക്തജനങ്ങൾ എന്നർത്ഥം. ഞങ്ങള് എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പനെ ആശ്രയിക്കുന്ന ഭക്തജനങ്ങളും ഭഗവത് ഭജനം തന്നെയാണ് ശ്രേയസ്കരം എന്നറിഞ്ഞുകൊണ്ട് ദൃഢതരമായ ബുദ്ധിയോടുകൂടി എന്ന് പറയുന്നു. അന്തര്യാമിയായിട്ടുള്ള ആ ഭഗവാനിൽ മനസ്സു അർപ്പിച്ചുകൊണ്ട് അവനവന് ആധ്യാത്മികം, ആദിഭൗതികം, ആദി ദൈവികം ഇങ്ങനെയുള്ള 3 ദുഃഖങ്ങളെയും നശിപ്പിച്ചുകൊണ്ട് അവനവനിൽ, ആധ്യാത്മികം പറഞ്ഞാൽ അവനവനിൽ നിന്നുണ്ടാവുന്ന ദുഃഖം, ആദിഭൗതികം എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന ദുഃഖം, പേമാരിയായിട്ടും അതുമാതിരി സുനാമി പോലെ ഒക്കെ ഉള്ളതാപ്പോൾ ഈ മഹാമാരിയുടെ ദുഃഖം, ആദി ദൈവികം പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന നമ്മൾ പ്രകൃതിയെ കൊണ്ടുവരുന്നത്, ഈ ദുഃഖങ്ങളിൽ നിന്നൊക്കെ ഉള്ള മോക്ഷം സാധിക്കാനായിട്ട് പ്രത്യക്ഷമായിട്ട് നിൽക്കുന്നു ഭഗവാൻ. ആ സ്വരൂപത്തെ സർവാന്തര്യമയായിരിക്കുന്ന ആ ഗുരുവായൂരപ്പനെ തന്നെ ശരീരം കൊണ്ട്, പ്രദക്ഷിണം കൊണ്ട്, നമസ്കാരം കൊണ്ട് ഒക്കെ ആരാധിക്കുക. നേരത്തെ പറഞ്ഞ മാതിരി
ഏത് തരത്തിലാണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ പരബ്രഹ്മമാണ് വിഷയം. ആധ്യാത്മികാദി സകല ദുഃഖങ്ങളും ഇല്ലാതാക്കാൻ ആ ഭഗവാനിൽ തന്നെ ശരണം പ്രാപിക്കാം. നമാമി നാരായണ പാദ പങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമനിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. എല്ലാം നാരായണനായിക്കൊണ്ട് നാരായണനെ നമസ്കരിക്കുക. ജുഹോഷി യദശ്നാസി യത് കരോമി, എന്തും ഭഗവത്ഗീത പറഞ്ഞു തന്നു. എന്തും ഈശ്വര പൂജയായിട്ട് ചെയ്യുക, ഈശ്വരനായിട്ട് സമർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുക. എല്ലാതും ഭഗവാനിൽ തന്നെ ഉറച്ചു ധ്യാനിച്ചുകൊണ്ട് സർവാത്മന യാതൊരു ചാഞ്ചല്യം ഇല്ലാത്ത ഭക്തിയോടുകൂടി ഗുരുവായൂരപ്പ നാരായണ നാരായണ ഒന്നും വേണ്ട. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, ഓം നമോ ഓം നമോ എന്ന് പറഞ്ഞില്ലെങ്കിലും നാരായണ നാരായണ നാരായണ. മനസ്സിൽ സദാ നാമം, സദാ സദാ പറഞ്ഞാൽ സദാ നാമം. ഒരിട പോലും ഒഴിവില്ലാതെ ആ ഭഗവാനെ സ്മരിക്കുക. കാരണം നമ്മൾക്ക് പലതര ദുഃഖങ്ങളാണ് ചുറ്റുപാടുകളും. അതിലൊക്കെ ഭ്രമിച്ച് നമ്മൾ അതിലൊക്കെ പെട്ട് കിടന്ന് ഉഴലാണ്. അപ്പം ഇതിന് ഒരു മോചനം വേണം നമുക്ക്. അതിനാണല്ലോ മനുഷ്യ ജന്മം തന്നിരിക്കുന്നത്. അതിനു വേണ്ടി കൃഷ്ണ ഗുരുവായൂരപ്പ ആ ഹരേ കൃഷ്ണ എന്നങ്ങോട്ട് ഉറക്കെ വിളിക്കാൻ പറ്റണം. നാരായണ നാരായണ എന്ന് നിഷ്കാമ ബുദ്ധിയോടുകൂടി ഉപാസിക്കാൻ സാധിക്കണം. അത് ഫലേച്ഛയില്ലാതെ, ആഗ്രഹങ്ങളൊന്നുമില്ലാതെ, ഒരു ഭേദബുദ്ധി കൂടാതെ, മറ്റൊരു ദേവതയും എല്ലാം ഗുരുവായൂരപ്പൻ. പറഞ്ഞിട്ടുണ്ടല്ലോ പണ്ട്, നമ്മൾ ആർക്കെങ്കിലും നമ്മളുടെ ഒരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഒഴിഞ്ഞു കെട്ടി വയ്ക്കുക അല്ലേ. അപ്പോൾ ഒഴിഞ്ഞു കെട്ടി വയ്ക്കും. എന്നിട്ടോ പണ്ടെന്നും ഒഴിഞ്ഞു കെട്ടി വെച്ചത് ഇന്നും എവിടേക്കോ ഇരിക്കുന്നുണ്ടാവും. ഇതിപ്പോൾ ആർക്കാ കൊടുക്കണ്ടേ ഒന്നും അറിയില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പ്രാർത്ഥിച്ച് ഒഴിഞ്ഞു കെട്ടേ സങ്കല്പം കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ എന്താ പറയുക, പ്രശ്നക്കാർ പറഞ്ഞു തരും, ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ കൊണ്ടു കൊടുത്തോളൂ. ഗുരുവായൂരപ്പന് എനിക്കൊന്നും അറിയില്ല, ഗുരുവായൂരപ്പ ഞാൻ ഇങ്ങനെ ചെയ്തു പോയി, ഇത് ആർക്കാ വെച്ചിരിക്കണമെന്ന് എനിക്ക് ഓർമ്മയില്ല. അതുപോലെ നമ്മളുടെ കുലദേവതയെ അറിയില്ലെങ്കിൽ ഒക്കെ ഭഗവാനോട് അങ്ങോട്ട് ചെന്ന് പറയാം. അങ്ങനെ എല്ലാം ഭഗവാനോട്. ഒരു ഗുരുവായൂരപ്പൻ അവിടെ തെളിഞ്ഞ് പ്രകാശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നെൽപ്പത്തൂര് പറയണ പോലെ ഭഗവാനെ തന്നെ മറ്റ് ദേവതകളെ ആശ്രയിക്കുന്നവർക്ക് അധമാധികാരികളാണ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾക്ക് പരമ ദുർലഭമായിരിക്കുന്ന മനുഷ്യജന്മം കിട്ടി. എന്നിട്ട് ആ വാസന കൊണ്ട് മറ്റ് പലതിലും ചെന്ന് പെടാതെ ഈശ്വരനെ തന്നെ സത്യമായിരിക്കുന്ന ആനന്ദസ്വരൂപനായിരിക്കുന്ന ആ ഭഗവാനിൽ ഭക്തിയോഗം തന്നെയാണ് സർവ ഉത്തമമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നു. അതിമധുരമായിട്ടുള്ള കൽക്കണ്ടം ഭക്ഷിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ വ്യാധി ഭേദമാകാറുണ്ട്. കൽക്കണ്ടത്തിന് അങ്ങനെ ഒരു, എന്നാൽ അത് ചേർത്തിട്ടുള്ള ഔഷധത്തിനോ എന്നാൽ അത് കഴിച്ചാൽ മാറുമോ? അത് കൽക്കണ്ടം കഴിച്ചാലല്ല, കൽക്കണ്ടം ചേർത്ത മധുരം കഴിച്ചാൽ മാറും. മധുരത്തിനുണ്ടാവും. നെയ്യ് കഴിച്ചാൽ അല്ലേ, നെയ്യ് നമ്മൾ ധാരാളം നെയ്യ് കഴിച്ചു വിചാരിച്ചോളൂ. നെയ്യ് കഴിച്ചാൽ എന്താ ഉണ്ടാവുക? ദഹനക്കേട് വരും. അതിന് ചെന്ന ഒരു വൈദ്യനെ കണ്ടാൽ എന്താ ഉണ്ടാവുക? നെയ്യ് ചേർത്ത മരുന്നാ തരിക. അപ്പം നമുക്ക് എന്താണ് ആ എല്ലാതും കർമ്മം കൊണ്ട് തന്നെ കർമ്മത്തിനെ ഇല്ലാതാക്കണം. അപ്പം എന്താണ് നമ്മൾക്ക് കർമ്മം? ഭക്തിയോഗം. ഭക്തിയോടുകൂടി ഈശ്വരനെ സദാ കാണുക ഉത്തമമായിട്ടുള്ള മാർഗം അതൊന്നു മാത്രമാണ് എന്നാണ്. തന്വ ഭാഗവതാർത്ഥത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. തന്വ വാക്കുകൊണ്ട്, തന്വ വാച വാക്കുകൊണ്ടും ആ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിക്കുക. തനു കൊണ്ടും, തനു പറഞ്ഞാൽ ശരീരം കൊണ്ടും ആ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിക്കുക. ഭാഗവതാർത്ഥത്തെ തന്നെ ആശ്രയിക്കുക. ഭാഗവതം തന്നെയാണ് ഗുരുവായൂരപ്പൻ, ഗുരുവായൂരപ്പൻ തന്നെയാണ് ഭാഗവതം, ആ ഭാഗവതം തന്നെയാണ് നാരായണീയം. അത് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ.
ഈ നാരായണീയ സമിതികളോടൊക്കെ തന്നെ നമ്മൾ കുറേ പേരെ ഈ ഗുരുവായൂരിലായതുകൊണ്ട് അറിയാം. ഈ വായിക്കുമ്പോഴൊക്കെ കുറേ വഴക്കുകൾ ഉണ്ടാവാറുണ്ട്. മൈക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ മുന്നിലിരുന്നില്ല, സംഘടനകൾ ഉണ്ടാക്കുന്നു, നേരെ പോയി നാരായണീയത്തിലേക്ക് കയറുന്നു. അതിനു മുമ്പ് നമ്മൾക്ക് ഒരു ഗുരുവിനെ എത്തപ്പെടുമോ, ബാക്കിയുള്ള അറിവുകൾ ഉണ്ടാവുമോ, ചെയ്യാതെ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. അതിനെന്താ ചെയ്യേണ്ടത്? നല്ലത് ചെയ്ത് വല്ലതായി തീരാതിരിക്കാൻ. അതൊന്നുമല്ല അവിടെ വിഷയം. മുന്നിലിരുന്നാലും മൈക്ക് കിട്ടിയില്ലെങ്കിലും നമുക്ക് നാരായണീയ പാരായണം ഭഗവാന്റെ മുമ്പിൽ തിരുമുമ്പിൽ ചെയ്യാൻ സാധിച്ചൂലോ എന്ന് വിചാരിച്ചുകൊണ്ട് അത് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാതെയുള്ള ഒരുപാട് നമ്മൾ ഗുരുവായൂരായതുകൊണ്ട് നമുക്കറിയാം. അങ്ങനെ ആയിത്തീരരുത്. അതല്ല നമ്മളുടെ ഉദ്ദേശം. ഇതറിഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ട് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ കൂട്ടായ്മയിൽ ചെയ്യുമ്പോൾ ഓരോരുത്തരിലേക്കും എന്ത് ചെയ്യുമ്പോഴും അങ്ങനെ വേണം. മറ്റുള്ളവരിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട്, ഞാൻ എൻ്റെ വശത്ത് നിന്നുകൊണ്ട് ചിന്തിക്കരുത്. എന്നോട് ചേർന്ന കുടുംബങ്ങളാണെങ്കിലും, എന്നോട് ചേർന്ന സംഘടനകളാണെങ്കിലും, എന്നോട് ചേർന്ന ഏത് മറ്റുള്ള കൂട്ടായ്മയിലാണെങ്കിലും അവരിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് അവരുടെ തരത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ. ഞാൻ വാശി പിടിക്കാൻ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളുടെ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ഒക്കെ തന്നെ ആ ഭാഗവതാർത്ഥത്തെ നിരൂപണം ഗ്രഹിക്കുക, അതിനെ വിശേഷമായിട്ട് അറിയുക, എന്നിട്ട് അതിലൂടെ ജീവിക്കുക. ഭഗവത് ലീലകളെ 12 സ്കന്ധം കൊണ്ട് ഭാഗവതാർത്ഥം മുഴുവൻ അതിനെ നമുക്ക് ആ ഒരു 12ാമത്തെ സ്കന്ധത്തിൽ ഒരു അധ്യായം കൊണ്ട് വിവരിച്ചു പറഞ്ഞു തരുന്നുണ്ട്. അതുമാത്രമെങ്കിലും ഇങ്ങനെയുള്ള ആ ഭാഗവതത്തെ സംഗ്രഹം ആയിട്ടുള്ള ഈ പുരാണത്തെ അല്ലെങ്കിൽ ഈ നാരായണീയത്തെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ വിശ്വപീഡാപഹത്യേഹി, സകല ദുഃഖത്തെയും നശിപ്പിക്കുന്നതാണ് ഈ നാരായണീയം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതങ്ങനെ 1035 ശ്ലോകങ്ങളിലൂടെയാണ്. ഒരു ദശകത്തിൽ 10 ശ്ലോകങ്ങളല്ല, ഒരു ദശകത്തിൽ 9 ശ്ലോകമായിട്ട് വന്നിട്ടുണ്ട്. ഒരു ദശകത്തിൽ 15 ഉണ്ട്, 13 ഉണ്ട്. ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ടാണ്. അതുകൊണ്ട് 1035 ശ്ലോകങ്ങളാണ്. ഇന്നിപ്പോൾ 2 ശ്ലോകങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അടുത്തത് നാളെ 3ാമത്തെ ശ്ലോകം എടുക്കാം. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാതും നമ്മളുടെ എല്ലാം ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹരിയോ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെയല്ല, ഇനി അടുത്ത വെള്ളിയാഴ്ചയാണ് 9 മണിക്കുള്ളത്. വെള്ളി ശനി 2 ദിവസങ്ങളിൽ 9 to 10 എല്ലാവരും വരിക. അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുക. ഹരിയോ. നമസ്കാരം. ഹരിയോ.